പെട്ടെന്ന് ആണ് നമുക്ക് ഓക്കെ ശരി വ്ളോഗ് എടുക്കാം എന്ന് തോന്നിയത്. കാരണം നമ്മൾ കുറേ നാളായി ഞങ്ങള് വ്ളോഗും യൂട്യൂബ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് കുറേ നാളായി. ഒരു 1 month 1.5 ആയിക്കാണോ അല്ലേ, 2 months ആയിക്കാണോ, അറൌണ്ട് 2 months ആയി ഞങ്ങൾ യൂട്യൂബിൽ ഒന്ന് ബാക്കടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങളൊരു വ്ളോഗ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ അമ്മയുടെ ഫേസ് ടാറ്റു ചെയ്തത്. അതും കുറേ നാൾക്ക് മുമ്പ് ചെയ്തതാണ്, പക്ഷെ വ്ളോഗായിട്ട് ഇറക്കിയത് ഇന്നലെയാണ്. ഇന്നത്തെ വ്ളോഗിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? വാലന്റൈൻസ് ഡേ. ഞങ്ങള് കുറേ നാളായി അങ്ങനെ ഒരു ഡേറ്റിനൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ. എന്ത് തോന്നുന്നു? അതെ, ക്ലീൻ ഷേവ് അടിച്ചോണ്ടല്ലേ. അത് എല്ലാവരുടെയും ഫേസ് മാറത്തില്ലേ, ഓരോ എപ്പോഴും മറ്റേ ആ ലുക്ക് അല്ലേ. അപ്പൊ ഇപ്പൊ അങ്ങനെ കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? സർപ്രൈസ് ആണോ? അത്യാവശ്യം നല്ല ഫുഡ് കഴിക്കണം പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടുന്ന മെനു ഒക്കെ അവിടെ ഉണ്ട്. വിളിച്ചൊക്കെ ചോദിച്ചാ? പിന്നെ സ്കൈ ടോപ്പ് ആണ്. ഓക്കെ, പിന്നെ എനിക്ക് ചില്ലിയ. ഓക്കെ, അപ്പം ഞങ്ങള് വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു ഡേറ്റിന് പോകാന്ന് വിചാരിച്ചു. ഒരു ഡേറ്റ് നൈറ്റ് എന്നൊക്കെ പറയാം. ഞങ്ങള് രണ്ടുപേരും മാത്രം. പിന്നെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാണ്ട് എന്നെ ഇത് കണ്ടു, പക്ഷെ എന്നാലും ഒരു ഹാപ്പി കുറച്ച് എന്താ ഒരു 1 week-ഓളം ആയി ഞാനിത് സെറ്റ് ചെയ്തത്. ആക്ച്വലി ഫ്രഷ് ഫ്ലവേഴ്സ് അല്ല ഇത്. നോർമലി പെമ്പിള്ളേരാണ്, ആക്ച്വലി പെമ്പിള്ളേർക്കാണ് ബൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെ. പക്ഷെ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ഞാൻ തന്നു. ശരിയാ. അപ്പം ആക്ച്വലി ഇത് ഫ്രഷ് ഫ്ലവേഴ്സ് അല്ല. എനിക്ക് ഞാൻ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന്, ഇഫ ക്രാഫ്റ്റ്സ് എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അവരുടെ കുറച്ച് ഐറ്റംസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണ്. അപ്പൊ അങ്ങനെ അവർ തന്നെ. ഇനിയും കുറച്ച് ഫോട്ടോ ഫ്രെയിംസും കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ കാണിക്കുന്നു. ഇഷ്ടപ്പെട്ടോ എന്റെ റോസ്? പക്ഷെ എന്റെ ഔട്ട്ഫിറ്റിനോട് ഞാൻ മാച്ച് ആവത്തില്ല. നിന്റെ ഔട്ട്ഫിറ്റിന് മാച്ച് ആവത്തില്ല. റെഡ് പക്ഷെ കുഴപ്പമില്ല. റെഡ് ആണല്ലോ നമ്മുടെ വാലന്റൈൻസ് ഡേ കളർ. എന്തിനാന്നറിയോ ആക്ച്വലി ഫ്രഷ് ഫ്ലവേഴ്സ് ബോങ്കറ്റ് ഗിഫ്റ്റ് തരാത്തത്? തന്നത് ഐ മീൻ ഇപ്പൊ ഫ്രഷ് ഫ്ലവേഴ്സ് അല്ലല്ലോ തന്നത്. അതാ ചോദിച്ചാ എന്താ എന്താ അന്നറിയോ? ഗസ് ഉണ്ടോ? ഒന്ന് ഗസ്. ഏതായിപ്പോ? ഞാനിപ്പോ പറഞ്ഞോണ്ടല്ലേ പെട്ടെന്ന് കേട്ടതെന്ന് പറഞ്ഞ. അല്ല മെമ്മറി എവിടെ? ഓ, എന്നെ ഒന്നും കൊണ്ട് കാണിക്കോ? നമ്മൾ ഈ വഴിയാണോ പോകുന്നത്? നമുക്കേ ബീച്ച് പോയാലോ? ബീച്ച് പോയാലോ? എന്താണ് അഭിപ്രായം? സണ്ണ് കാണാൻ. നമ്മൾ ബീച്ച് എത്തുമ്പോഴേക്കും താന്ന് കഴിഞ്ഞു. അത് ശരിയാ. ഇപ്പൊ സമയം എത്രയായി? 6:15. അപ്പൊ ഇനി എത്തിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് നേരെ ഡേറ്റ് നൈറ്റ് പോവാം. അപ്പം ഞാൻ എന്താ പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ടിപ്പാണ്. എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർ സ്വീകരിച്ചോളൂ. ഫ്രഷ് ഫ്ലവേഴ്സ് കൊടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഈ ടൈപ്പ് ഫ്ലവേഴ്സ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം അതാകുമ്പോൾ നമ്മളിങ്ങനെ ഷോ കേസ് പീസ് പോലെ ഇങ്ങനെ വെച്ചേക്കാം. അതൊക്കെ നല്ലതായിരിക്കും. നമ്മൾ 7th ഫ്ലോറിലാണല്ലേ പോണ്ടത്. എനിക്കുള്ള ഗിഫ്റ്റ് തുറന്നു നോക്കണം ചെന്നിട്ട്. ഒരുമിച്ച് വന്നോണ്ടാണ്. ഞാൻ സർപ്രൈസ് ഒക്കെ ഇങ്ങനൊന്നുമല്ല ഞാൻ പ്ലാൻ ചെയ്തൊക്കെയാണ് ചെയ്യാറ്. ബട്ട് ഇപ്പൊ നിങ്ങൾ രണ്ടും ഒരുമിച്ച് വന്നോണ്ട് എന്നെ എപ്പോഴും പിക്ക് ചെയ്യുന്നത് ഡെന്നി കണ്ടു. ഹീൽസ് ഇട്ടേക്കുന്നോണ്ടാണ് ഗൈസ് ഇങ്ങനെ ആടുന്നതല്ല, വേറെ ഒന്നും കൊണ്ടല്ല. ഓക്കെ, നമുക്ക് ഇനി അവിടെ എത്താം.
നമ്മളിവിടെ സ്കൈ പബ് നമ്മൾ ഫുഡ് കഴിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതെ, ഇതൊന്നും വേറെ ഒന്നുമില്ല. തുറക്കട്ടെ. പതുക്കെ പതുക്കെ. എന്റെ റൂമിലേക്ക് എന്തായാലും വെക്കാൻ ഒരു ഫ്രെയിം ആയിരിക്കും. എത്ര ഫ്രെയിം ഉണ്ട്? നമ്മുടെ പുതിയ ഫോട്ടോ. കൊള്ളാം. ഇത് ഞാൻ ഈ സൈസിൽ ചെയ്തതാ മനഃപൂർവ്വം. എന്തോ ഇത് ഞാൻ ഈ സൈസിൽ ചെയ്തതാ മനഃപൂർവ്വം. വലിയ സൈസ് ഒരു സുഖമില്ല. നോക്കട്ടെ, ഇത് കാണിച്ചു കൊടുക്ക്. എന്റെ കൊച്ചാപ്പ് തന്നതാണ് ഗൈസ്. ഇത് നമ്മുടെ പഴയ ഫോട്ടോസ് എല്ലാം ഉണ്ടല്ലേ? നടുക്ക് ഒരു ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ മെയിൻ ഫോട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാം. താങ്ക് യു സോ മച്ച്. ഈ പെർഫ്യൂംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് അറിയാം. ഓൾറെഡി കുറെ പെർഫ്യൂംസ് ഉണ്ട്. ഈ മൈക്കൊന്നും ഇല്ല, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെന്ന് തോന്നുന്നു. പാട്ട്